ഇന്നത്തെ യാത്ര വന്നിട്ട് മുരുടേശ്വര അമ്പലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഞാനങ്ങനെ റെഡിയായിട്ട് നമ്മൾ പുഷ്കർ കോട്ടേജിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെല്ലാവരും കൂടെ നടന്നു പോകാമെന്നുള്ള പ്ലാനിങ് വന്നു. പിന്നെ കുറേ പേർക്ക് നടക്കാൻ ഇത്തിരി മടിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ മാഗി മാത്രം നടന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുന്ന് കായലൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് പോണ സമയത്തെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ച് നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ രസമല്ലേ. പിന്നെ ഈ ഒരു പാലം ഞങ്ങളൊക്കെ ഇങ്ങനെ വഴി ചോദിച്ച് പോകുമായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളവർക്കാണെന്ന് വെച്ചാൽ കന്നഡ ഹിന്ദി മാത്രമേ അറിയുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് വഴി ചോദിച്ച് പോകുന്ന സമയത്ത് ഈ പാലത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വർക്ക് നടക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വഴി. അപ്പോൾ അവർ പറഞ്ഞത് ഈ പാലം കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാലം കൂടെ കിട്ടും, അവിടെയാണ് അത്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ബീച്ച് സൈഡായിട്ടുള്ളൊരു വ്യൂ ആണ്, അതിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. വൈറ്റ് ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ആ വൈറ്റ് ബ്രിഡ്ജാണോ ഈ വൈറ്റ് ബ്രിഡ്ജാണോ എന്നുള്ളത് കേട്ടോ. ശരിക്കും അവർ ഉദ്ദേശിച്ചത് ആ ഒരു വൈറ്റ് ബ്രിഡ്ജായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും പറയാനില്ല, പെട്ടു എന്നുള്ള അവസ്ഥയായി പോയിട്ടോ. കാരണം ഇത് ഭയങ്കര കുത്തനെ താഴെയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല, ഭയങ്കരമായിട്ട് താഴത്തേക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഈശ്വരാ ഇനിയിപ്പോൾ ഇതൊന്ന് ഫോണും കൊണ്ട് താഴെ വീഴുമോ ഞങ്ങളെന്നൊക്കെ ആലോചിച്ചു കേട്ടോ. കാരണം അങ്ങനെ ഉരുസി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങനെ ലാലാലയൊക്കെ പാടിയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ്. നല്ല നമ്മൾ കേരള വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്, തമിഴ്നാടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്വയറ്റായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ശബ്ദമോ ഒരു ഒച്ചയും ബഹളമോ ഒന്നുമില്ല കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ അടുത്തടുത്ത വീടുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാറില്ലേ. ഇതിലൂടെ ഞാൻ എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ കുറേ പ്രാവശ്യം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ കോട്ടേജ് ഇത് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പറേ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അമ്പലവും കാണാൻ പറ്റും. ബീച്ചിൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. നടന്ന് 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 കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം തോന്നിയോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ക്ഷീണമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മരങ്ങൾ സൈഡിലുള്ളത് ഇങ്ങനെ കേവ് ഡിസൈനിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ നിൽക്കണതുകൊണ്ട് നമുക്ക് നല്ല വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നടന്നു പോകാനൊക്കെ നല്ല ഭംഗിയല്ലേ. പിന്നെ അതിനുശേഷം നമ്മളൊരു പാലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമ്പലം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മുരുടേശ്വര ടെമ്പിൾ കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കായലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഈ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് ഞാൻ തൃപ്പൂണിത്തുറ പോയപ്പോൾ ഇതിനെങ്ങാണ്ട് 900 രൂപയോ 900 രൂപയൊക്കെയാണ്. 950 സോറി 950 രൂപയൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ എവിടുന്ന് വാങ്ങിച്ച, തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് ഈ കളറ് ആദ്യം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിത് എല്ലാവരും പറഞ്ഞു എനിക്കിത് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കളർ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൻ്റെ നെക്കിലെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സൂര്യനെയൊക്കെ കണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓർത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് ഞങ്ങൾക്ക് നടക്കാനൊക്കെ പറ്റിയിട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഓരോരോ ഓട്ടോയിലായിട്ടാണ് കേട്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഓട്ടോയിൽ മാക്സിമം 3 പേർക്കേ കയറാൻ പറ്റുള്ളൂ. കാരണം കുട്ടി ഓട്ടോകളാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇറങ്ങുമ്പോൾ പ്രത്യേക രസമാണ്. ഞങ്ങൾ വിചാരിച്ചു ഇപ്പം നടന്നെത്തും എന്നാണ് കേട്ടോ ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നടന്ന് 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 ഒരു വിധമായി. പക്ഷെ നല്ല ടയേർഡായിട്ടില്ല കേട്ടോ. നടക്കണതിൽ കാല് വേദനിക്കുകയും, പൊതുവേ എനിക്ക് കുറേ നടക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാവർക്കും കുറേ നടക്കുമ്പോൾ ഇതെന്താ എത്താത്തത് നമുക്ക് തോന്നാറില്ലേ. പക്ഷേ ഇത് അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ക്ലിയർ ആയിട്ട് വലിയ നീറ്റ്നെസ്സോ കാര്യങ്ങളൊന്നും കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണതും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സൂര്യനൊക്കെ കണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്ത് കുറേ വഴിയോര കച്ചവടക്കാരെ കണ്ടു കേട്ടോ. ഇവിടെ പാനിപ്പൂരി എവിടെ നോക്കിയാലും കാണും കേട്ടോ. ഞാനെന്നുവെച്ചെങ്കിൽ പാനിപ്പൂരിയുടെ പ്രാന്താണ്. പക്ഷേ ഇവിടുന്ന് കഴിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇനി വെള്ളം എവിടത്തെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് കഴിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറേ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നടക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ പുഷ്കർ കോട്ടേജിൽ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ കഥയും പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ കാണിച്ചിങ്ങനെ നടന്നു വരികയായിരുന്നു. റോഡിലാണെന്നുണ്ടെങ്കിലും അധികം ബഹളോ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലേനും. പിന്നെ വൈകുന്നേരങ്ങളിൽ ബോട്ടും കാര്യങ്ങളും തോണി കപ്പലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഈ പറഞ്ഞതിലിപ്പോൾ ഇവിടെ തോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അപ്പുറം സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ആ
സൈഡിൽ കുറേ ബോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മുരുടേശ്വര ടെമ്പിളൊക്കെ. ഞാൻ ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനിൽ പോയതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ, ഞാൻ അത്രയും എക്സ്പെക്റ്റേഷനിൽ പോയതുകൊണ്ട് എനിക്ക് അത്ര രീതിയിൽ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടിങ് കയറിയ സ്ഥലത്തു നിന്ന് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ടാറ്റു അടിക്കുന്ന സംഭവങ്ങളും അങ്ങനത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ വിചാരിക്കും ഈ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ഇത്രയും 18 നിലകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ 18 നിലകളിലും നമുക്ക് കാണാൻ വേണ്ടി പോവാൻ പറ്റും എന്നാണ് ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതല്ല സത്യം. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ അവിടെ എത്തിയതായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താ, ഇത്രയും നിലകളിലൊക്കെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൊരു അവസ്ഥ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ എല്ലാവർക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ മേലേക്ക് നേരെ കയറി കഴിഞ്ഞാലാണ് അമ്പലം പോലെ അവിടെ നമ്മുടെ ശിവൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ള ആ ഒരു അമ്പലത്തിൽ നമുക്ക് കയറാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് ഈ ഒരു വ്യൂവിലൂടെ നമുക്ക് ശിവനെ കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ വിചാരം ഇവിടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പൂജ അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാന്നുണ്ടെങ്കിലും നോർമൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനോ ഇതിനൊക്കെ പറ്റുമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇപ്പുറത്തു കൂടെ അങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ ആനേനെയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, 2 സൈഡും ആന. പിന്നെ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വർക്കൊന്നും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊക്കെ എന്താ അതിങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 20 രൂപയാണ് നമുക്ക് മേലെ കയറിയിട്ട് ഈ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ വിചാരം ഈ 20 രൂപയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് എന്നാണ് വിചാരിച്ചത്. അല്ലാണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ശിവനെ കാണാൻ പറ്റുന്നത് സംഭവമല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ 18 നിലകളായിട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 18 നിലകളിലായിട്ട് പലതും കാണാനുണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ വീഡിയോ എടുക്കണമല്ലോ, പെട്ടെന്ന് ഇതൊക്കെ തീരുമോ വീഡിയോ എടുത്തിട്ട്, ഇത്ര ടൈം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ്റെ സൈഡ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാം ഇത്രയും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ 2nd ശിവ സ്റ്റാച്ചു ആണ് കേട്ടോ. വേൾഡിൽ തന്നെ, ഇന്ത്യയിലല്ല വേൾഡിലെ 2nd സ്റ്റാച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് കറക്റ്റ് ചെയ്യാൻ അറിയും, അല്ലെങ്കിൽ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് ചൂടെടുത്ത് പണ്ടാറടങ്ങി. അതിനുശേഷം മേലെ എത്തിക്കഴിഞ്ഞാൽ 18ാമത്തെ നിലയിൽ നമുക്ക് ഈ ശിവനെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു കടലും കൂടെ കാണാൻ പറ്റും, ഫോട്ടോസ് എടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കഥകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെയാണ് കേട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നിട്ട് ശിവനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു 20 രൂപ കേട്ടോ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത്രയും ഹൈറ്റിൽ ശിവനെ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണോ? ഇനി താഴെ ഇതൊരു അമ്പലം പോലെ തന്നെയാണ് ഈ താഴെ ശിവൻ്റെ അടുത്തുള്ളത്. അവിടെ ഇനി പോയിട്ട് കാണുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇങ്ങനൊരു കൗണ്ടർ ഉണ്ടാവുന്നത്. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി അവിടെ കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാവുമായിരിക്കാം എന്ന് എനിക്കൊരു സജഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ 18 നില എന്തിനാണ് ഇത്രയും വലിയ ശിവൻ്റെ സംഭവം കാണാൻ വേണ്ടിയിട്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ നിലകളിലും നമുക്ക് സ്റ്റോപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഒറ്റ നില ആയിട്ട് മേലെ ലിഫ്റ്റ് കൊടുത്താൽ പോരെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വിഗ്രഹം മീശ വെച്ച ശിവനായിരുന്നു കേട്ടോ. ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഗ്രഹമൊക്കെ കാണുന്നത് കേട്ടോ. ഞാനത് ശരിക്കും നോക്കിയത് മീശനെയാണോ, എനിക്കിനി കണ്ടതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. മീശ വെച്ച ശിവൻ്റെ രൂപം, പിന്നെ മേലേന്ന് ഇങ്ങനെ ധാര പോകുന്നത് പോലെ തന്നെ അങ്ങനൊരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ആ ഒരു വിഗ്രഹം. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. കടൽ എല്ലാ സമയത്തും നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമുക്ക് കടലും മഴ അങ്ങനത്തെയൊക്കെ പ്രത്യേക കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലല്ലേ. അതേപോലെ തന്നെയാണ്. അപ്പോൾ കടലിൻ്റെ സൈഡിൽ കുറേ നേരം ഇരുന്ന് കടൽ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റി. പിന്നെ വൈകുന്നേരം നമ്മൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
മഴ പിന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചൂട് ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മളുടെ നാട്ടിനെ അപേക്ഷിച്ച് നല്ല കൂടുതലൊന്നുമില്ല, കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് എന്നിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഗണപതി ഭഗവാനെ തൊഴുതു. നല്ല ഭംഗിയുണ്ട് കേട്ടോ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ട് തന്നെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ കുറേ ഗണപതി ഭഗവാനെ ഇങ്ങനെ കാണുന്ന സമയത്ത് പലതും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. ഇതൊരു ഉണ്ണി ഗണപതി, ബാലഗണപതി പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ട് കുറേ നേരം പ്രാർത്ഥിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വിഗ്രഹം. ഇങ്ങനത്തെ വിഗ്രഹം നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ കുറവാണ്. ഗണപതിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ആർഭാടായിട്ടോ ഭംഗിയായിട്ടുള്ളതോ വലിയ ഇതായിട്ടുള്ളത് ഉണ്ടാവാറില്ല. ഒക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളാണ് ഗണപതിയുടെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബാലഗണപതി, ഉണ്ണി ഗണപതിയൊക്കെ ഇല്ലേ, അവരൊക്കെ തൊഴുത്. പിന്നെ ആഞ്ജനേയ സ്വാമി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അയ്യപ്പൻ ഉണ്ടായിരുന്നു, ശാസ്താവ് ഉണ്ടായിരുന്നു, അവരൊക്കെ തൊഴുതു. ഉപദേവന്മാരെല്ലാവരും തൊഴുത്. ശിവനെയാണ് എനിക്ക് കറക്റ്റായിട്ടായിട്ട് മനസ്സിലാവാതിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മീശ ഫീൽ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. മീശ വെച്ചിട്ടുള്ള ഒരു ശിവൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി അത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അവിടെ കുറച്ച് ഗ്ലാസിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ വിഗ്രഹങ്ങൾ, പാർവതി ദേവി, ഗണപതി, പിന്നെ അതുപോലെ മുരുകനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ വേണം നമുക്ക് മേലെ ഈ ഒരു ശിവ സ്റ്റാച്ചുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനത്തെ ഒരു ഫീല് തോന്നും. കാരണം നമ്മൾ ഇത്ര ഹൈറ്റിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെ ഞാൻ വേറെ കണ്ടത് ഏതാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ പോയപ്പോൾ ഇഷായോഗിയുടെ അവിടുത്തെയാണ് കണ്ടത്. പക്ഷെ അത് തല മാത്രമല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഇത്രയും ഹൈറ്റിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം സാധാരണ നമ്മൾ ശിവൻ്റെ സ്റ്റാച്ചു ഒക്കെ നമ്മൾ നോർമലി അല്ലേ കാണാറുള്ളൂ. അപ്പോൾ ഇത്ര ഹൈറ്റിലാവുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തൊക്കെ ഇട്ട് അങ്ങോട്ടും കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കടയിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഗോലി സോഡ ഇല്ലേ, ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ കുറേ കിട്ടും കേട്ടോ, പല ഫ്ലേവേഴ്സിലുള്ള ഗോലി സോഡ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ ഗോലി സോഡയൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്നും ട്രൈ ചെയ്യാനൊന്നും പോയില്ല കേട്ടോ. കാരണം ഒരു പരീക്ഷണത്തിന് നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കണ്ടേന്ന് ഓർത്തിട്ട്. കാരണം എനിക്ക് പുറത്തത്തെ ഭക്ഷണമൊന്നും അധികം പിടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കൽ കുറവാണ്. പിന്നെ ഞാൻ പോസ് ചെയ്ത് തിരിച്ചങ്ങോട്ട് പോയതാ ഞാൻ. എൻ്റെ ഭാഗ്യ ആ നായിക്ക് എന്നെ നല്ല പരിചയമുള്ളത് കൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് നിന്നു. ഞാൻ ആകെ പേടിച്ചു. പക്ഷെ അതൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോന്നായിപ്പോയി. കാരണം ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ 2 സ്റ്റെപ്പ് കൂടെ ബാക്കിൽ വെച്ചാൽ അതിനെ നേരെ പോയി ചവിട്ടിയേനെ. എന്തോ ദൈവഭാഗ്യം എനിക്ക് അപ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ട് തിരിയാൻ തോന്നിയോണ്ട് നായയുടെ കടി കിട്ടിയില്ല. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലൊന്നും നായ്ക്കളില്ലേ കടിക്കാൻ നിന്നേന്ന് എല്ലാവരും പറയുമായിരുന്നു. കാരണം കർണാടകയിൽ പോയിട്ടൊരു നായയുടെ കടി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യം. അതിനുശേഷം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ കുറേ സ്ട്രീറ്റിലെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ നോർമലി ഇപ്പോൾ ഡൽഹി, ബോംബെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാറില്ലേ, ആ ഒരു ലെവലൊക്കെ തന്നെയാട്ടോ. അങ്ങനെ ഷെഡൊക്കെ കെട്ടിയിട്ട് കുറേ സ്ട്രീറ്റ് ഫുഡുകളുണ്ട് ഒരു സൈഡിൽ ഫുള്ള് പർച്ചേസ് ചെയ്യാൻ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമാവും കേട്ടോ. കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് കുറേ വാങ്ങിക്കണം എന്നൊക്കെ ഓർത്തു. പക്ഷേ എനിക്ക് അത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ തിരഞ്ഞ് കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെ വേണം എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറേ കുട്ടികൾക്കൊക്കെ ഉള്ള കുട്ടി സാധനങ്ങൾ, ഹെയർ ആക്സസറീസ് ആണെങ്കിലും അതുപോലെ കമ്മൽ, മാല, പിന്നെ അതുപോലെ രുദ്രാക്ഷത്തിൻ്റെ ഒക്കെ ടൈപ്പുള്ള നമ്മളുടെ ഈ ഒരു മാലകളൊക്കെ അല്ലേ, അങ്ങനത്തെയൊക്കെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഫുള്ള് ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു സൈഡ് ഉണ്ടാവില്ലേ, ആ ഒരു രീതി തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ തന്നെ കുറച്ച് നടന്നിങ്ങനെ ആസ്വദിക്കാൻ തന്നെ ഉണ്ട്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ബാഗൊക്കെ കുട്ടി നല്ല
പ്രിൻ്റായിട്ടും അല്ലെങ്കിൽ കുഞ്ഞ് ഹാൻഡ് ബാഗൊക്കെ ഇല്ലേ, കുഞ്ഞു മക്കളുടെ കയ്യിലൊക്കെ ഉള്ള ഹാൻഡ് ബാഗൊക്കെ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു റാബിറ്റിന്. പക്ഷെ അതിന് 300 അത്രയും എങ്ങാണ്ടുണ്ട്. പക്ഷെ അതിനുള്ളതൊന്നും ഇല്ല. അത് നോർമലി ഇതാ കാണാനുള്ള ഭംഗിയുള്ളൂ, നമുക്ക് അതുകൊണ്ട് വലിയ യൂസേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഷെല്ല് ആക്സസറീസ് പോലെ തന്നെ ഷെല്ല് വെച്ചിട്ട് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ 2 ബാഗ് ഫുള്ള് നല്ലോണം ഫില്ലായിട്ട് ഇരിക്കണതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിച്ചത് ഉടുപ്പി ചെന്നിട്ടാണ് ഞാൻ പിന്നെയും എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തത്. കുറേ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈശ്വര ഇതൊക്കെ എങ്ങനത്തൊക്കെ നമ്മൾ കാണാത്ത തരത്തിലുള്ളതുണ്ട്. പിന്നെ നമ്മൾ കോമൺലി കാണുന്ന ടെഡി ബിയേഴ്സ്, പിന്നെ ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ എന്താ കുഷ്യൻസൊക്കെ ഇല്ലേ അത്, പിന്നെ കുറേ ഫുഡ് വെയേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കാം. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫ്രണ്ടിലെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് രാത്രി ഇങ്ങനെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അധികം തിരക്കോ കാര്യങ്ങളോ, നമ്മൾ വാഹനങ്ങൾ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹോണോ കാര്യങ്ങളോ ഒന്നും അടിക്കണമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അധികം തിരക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും രാത്രിയായിട്ട് പോലും എന്താ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്നുള്ളൊരു സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു കാം ആൻഡ് പീസ് ഉള്ളൊരു ഏരിയ പോലെ തന്നെ തോന്നി. അങ്ങനെ ഭയങ്കര റഷായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡാണെച്ചെങ്കിൽ ഫുഡ് കഴിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വിശപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദാഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ നാരങ്ങ സോഡ കിട്ടുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ലൈവ് നാരങ്ങ സോഡ കണ്ടത് കേട്ടോ, ഈ ഒരു മെഷീൻ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരെണ്ണം സോൾട്ട് മാത്രമുള്ളതും പിന്നെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഒരു മസാല ടൈപ്പ് നാരങ്ങ സോഡയും കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. ശരിക്കും നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മെഷീൻ വരേണ്ടതാണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് കേട്ടോ ഈ ഒരു നാരങ്ങ സോഡയ്ക്ക്. മസാല ഇട്ടത് ഫ്ലേവർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും 20 രൂപയാണ്. അങ്ങനെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടി. സമയം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞാൽ സെറ്റ് ദോശയ്ക്ക് 2 വരും കേട്ടോ. പക്ഷെ ഇത് 2 പ്ലേറ്റിലായിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ തീരെ വിശപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പാഴ്സൽ എടുക്കണോ അതെന്നുള്ളൊരു ഡൗട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചിന്ത മാറിപ്പോയി. ഞാൻ വെച്ചു 2 സെറ്റായിട്ട് ഒരു പ്ലെയിൻ ദോശ ആയിട്ടാണ് നമ്മൾ സെറ്റ് ദോശയ്ക്ക് ആ ടൈപ്പാണ്. പക്ഷേ അല്ല, മാറിപ്പോയതാ. എന്നിട്ട് 2 ഞാൻ തിന്നേണ്ട അവസ്ഥയായി. പിന്നെ കൂടുതൽ ദോശ കഴിച്ചു വന്ന ക്ഷീണത്തിൽ ഒന്നും കൂടെ നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട്, സോഡ ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ തന്നെ പിന്നെയും കയറിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്. ഇത്തവണ നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള മസാല നാരങ്ങ സോഡയാണ് കേട്ടോ കുടിച്ചത്. ഇതിനും 20 രൂപയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ മൂകാംബികയൊക്കെ പോയ സമയത്ത് അവിടെ 30 രൂപ 40 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അത്രയും ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഫ്ലേവേർഡ് ഡ്രിങ്കൊക്കെ നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട്, ഒട്ടുമിക്ക തിരക്കൊന്നുമില്ല തന്നെ, ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ റഷായിട്ടുള്ള ഏരിയ ഒന്നും അല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചും റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. റിസോർട്ടിലെത്തി നമ്മൾ ഭയങ്കര ശാന്തതയ്ക്ക് അങ്ങനെ ആസ്വദിച്ച് രാവിലെ ഇതാ നല്ല ഭംഗിയുള്ളൊരു സായാഹ്നം അല്ല പുലർക്കാലം, നല്ല ഭംഗിയുള്ള ഒരു രാവിലെ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച പുഷ്കർ റിസോർട്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ടിൻ്റെ പേര്. പുഷ്കർ കോട്ടേജ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ മുത്തശ്ശിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ, അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അതിനുശേഷം ഇവിടെയൊക്കെ ഈ മരം ഇങ്ങനെ വീണ് കിടക്കണതില്ലേ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ കയറി ഇരിക്കാൻ പറ്റുന്നു. പക്ഷേ ആ സൈഡിൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട്, ഈ സൈഡിൽ ഹൈറ്റ് കുറവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇപ്പുറത്തു കൂടെ ഇങ്ങനെ വരിക
വരികയായിരുന്നു. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമുണ്ടെന്ന്. കാരണം ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കായലും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റും. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നടക്കാനാണെങ്കിലും ശരി, രാത്രിയാണെങ്കിലും ശരി, നമുക്ക് 2 നേരവും നമുക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ നിങ്ങളൊരു ദിവസം ഇവിടെ ഒന്ന് പോയി നോക്കൂ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻറ്റഡ് ആവില്ല നിങ്ങൾ ഒരിക്കലും. അങ്ങനെ പുഷ്കർ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇന്ന് വെക്കേറ്റിംഗ് ഡേ ആണ് കേട്ടോ. ഇന്നാണ് നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടുന്ന് നേരെ ഉടുപ്പിയിലേക്കാണ് പോണത്. പിന്നെ ഉടുപ്പിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലാണ് കേട്ടോ കാണിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. വെക്കേറ്റ് ചെയ്യണ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടാലോ. ഇഡലി, നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു. അതുപോലെ ഉപ്മാവ് ഒന്നും പറയല്ലേ, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ ചട്നിയൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ടാറ്റാ ബൈ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അവിടുന്ന് തിരിച്ച് നമ്മളിന്ന് ഉടുപ്പിയിലേക്കാണ് വരുന്നത്. മാൽപ്പേ ബീച്ച്, അവിടുത്തെ റിസോർട്ടിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ അതടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.